ഓണെല്ലാം കഴിഞ്ഞ് പായസം പലതരം പായസമാണ് ഓരോ വീട്ടുള്ളിൽ ഉണ്ടാക്കുന്നത്. അറിയാലോ, സൂചി ഗോതമ്പ് പായസം, അടപ്രഥമൻ, പാൽ പായസം, സേമിയ പായസം, പരിപ്പ് പായസം, ഗോതമ്പ് പായസം, എത്ര തരം. ഇപ്പോൾ ഒരു തരം രണ്ട് തരം എന്നല്ല, ഇപ്പം നമ്മൾ വീട്ടിൽ എന്തുണ്ട് അതിലൊക്കെ പായസം വയ്ക്കുന്നുണ്ട് ആൾക്കാർ. കടലപ്പരിപ്പ്, ചക്ക, എല്ലാം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പ്രഥമൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകത ടേസ്റ്റ് തന്നെയാണ്. അത് നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള ഒരു ഇതാണ് പായസം. വേറെ പുറത്ത് സ്ഥലങ്ങളിലൊന്നും ഇത്രയും ടേസ്റ്റായിട്ട് പായസം എവിടെയും കിട്ടാറില്ല. ഇപ്പം ഞാനിവിടെ നിന്ന് പാലട പ്രഥമനാണ് ചെയ്യാൻ പോകുന്നത്. ഓണം കഴിഞ്ഞിട്ടാണ് പാലട പ്രഥമൻ ചെയ്യുന്നത്. 50 പേർക്ക് കുടിക്കാനുള്ള പാലട പ്രഥമനാണ് ഇട്ടത് ചെയ്യുന്നത്. അതിൻ്റെ അളവൊന്നും ഞാൻ പറഞ്ഞു തരാം എല്ലാവർക്കും. ഒരു 200 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് അടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 400 ഗ്രാം അട. 400 ഗ്രാം അടയിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് 3 ലിറ്റർ പാലാണ്. 3 ലിറ്റർ പാലും 1 പാക്കറ്റ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പാൽപ്പൊടി മേടിക്കാൻ പറ്റുന്നൊരു പാൽപ്പൊടി മേടിക്കാം. പാൽപ്പൊടി മേടിക്കാൻ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 2 തേങ്ങയുടെ പാല്. ഇതാണ് ഇന്നത്തെ ഇതിൽ ഇട്ടിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ അട നല്ല തിളച്ച വെള്ളത്തിലിട്ട് 1 അവർ വയ്ക്കുക. അതിന് ശേഷം അട നന്നായി കഴുകണം. നന്നായി കഴുകി ഓട്ടപാത്രത്തിലിട്ട് വെള്ളം വാരാൻ വെച്ചതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഈ അട ഇട്ടിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അത് നന്നായി വാട്ടിയെടുക്കുക. അപ്പോഴാണ് അടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അടയ്ക്ക് പ്രത്യേകത ടേസ്റ്റാണ്. അടയിലെ വെള്ളത്തിൻ്റെ ചൊയ്പ്പ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ അട ഓക്കെ ആയില്ലേ, റെഡി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം പാല് നമ്മൾ അടപ്പത്ത് വെച്ച് 3 ലിറ്റർ പാലാണ് അടപ്പത്തിട്ടുള്ളത്. ആ 3 ലിറ്റർ പാല് തിളച്ച് നല്ല തിളയ്ക്കണം. പാലിൻ്റെ തിളക്കലാനാണ് അടപ്രഥമൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പാല് തിളച്ചതിന് ശേഷം അതിലേക്ക് ഈ അട നമ്മൾ കഴുകി ഇത് ചെയ്ത് വെച്ചിട്ടുള്ള നെയ്യിൽ വാട്ടിയിട്ടുള്ള അട അതിലേക്ക് ഇടണം. അതിലേക്ക് 1 കിലോ പഞ്ചസാര ഇടണം. 3 ലിറ്ററിലേക്ക് 1 kg പഞ്ചസാര 1 kg, ഒരു നുള്ള് സാൾട്ട് ഇത് ഇട്ടതിന് ശേഷം നന്നായി തിളപ്പിക്കുക. നന്നായി തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ബട്ടർ ഇടാം. ഒരു 1 സ്പൂൺ ബട്ടർ, 1 സ്പൂൺ നെയ്യ്. ഇതാണ് ഇതിലത്തെ, വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. പാലട പ്രഥമൻ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കലും ഇല്ലാതെ ചെയ്യുന്ന സാധനമാണ് പാലട പ്രഥമൻ. ഇപ്പോൾ ഏലക്കായ ഇല്ല, അതിനായിട്ട് മണം വരാൻ വേണ്ടി ഏലക്കായ, ചുക്ക്, ജീരകം അതൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. അതാണ് പാലട പ്രഥമൻ്റെ രഹസ്യം. പാലട പ്രഥമൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകത ഒരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് പാലട പ്രഥമൻ. ഗുരുവായൂർ അമ്പലത്തിൽ കൃഷ്ണനെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് പിന്നെ അരി ഇടുന്നു, ഇതിൽ അട ഇടുന്നു, അത് മാത്രമേ ഡിഫറൻറ്റ് ഉള്ളൂ. പിന്നെ പാലട പ്രഥമൻ്റെ അളവ് നമുക്ക് ഇത് കറക്റ്റായിട്ട് പാലട പ്രഥമൻ റെഡിയാണെന്ന് അറിയണമെങ്കിൽ നമ്മളൊരു സ്പൂണിൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ആ പാല് നിൽക്കണം. ഇനി കുറച്ച് നേരം കൂടി ആവണം. ഈ പാലട പ്രഥമൻ ആവണമെങ്കിൽ ഇനി ഒരു അരമണിക്കൂറിൽ വെക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വെച്ചിട്ട് 1.5 മണിക്കൂറായി. മാക്സിമം 2 മണിക്കൂറാണ് നമുക്ക് ഒരു പാലട പ്രഥമൻ ചെയ്യാൻ വേണ്ടി അടപ്പത്ത് വെക്കേണ്ട സമയം. ഇനി ഒരു അരമണിക്കൂർ വെച്ചാൽ പാലട പ്രഥമൻ ഓക്കെ. പക്ഷേ നമുക്ക് തീ കൂടുതൽ വെക്കാനും കഴിയില്ല, പാലാണല്ലോ, തിളച്ച് പുറത്തേക്ക് പോകും. ഇത് 50 പേർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല പാലട പ്രഥമനാണ്. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറയും. ഓക്കെ, ബൈ.